കങ്കണ റണാവത്ത് അഭിനയിച്ച് സംവിധാനം ചെയ്ത് ലാസ്റ്റ് ഇറങ്ങിയ ഒരു മൂവിയാണ് എമർജൻസി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ ബയോപിക്. ഇതിൽ സഞ്ജയ് ഗാന്ധിയുടെ ക്യാരക്ടർ ചെയ്യുന്നത് മലയാളിയായ വിശാഖ് നായറാണ്. അതിൻ്റെ കൂടെ തന്നെ അനുപം കെയർ, ശ്രേയസ് താൽപടെ, സതീഷ് കൗശിക് എന്നിവർ പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട്. സോ ഈ ഒരു മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഹിസ്റ്ററിയിലെ ഒരു ക്യാരക്ടറായ ഇന്ദിരാഗാന്ധിയുടെ ബയോപിക് ആണ്. ആ ഒരു പവർഫുൾ സൈഡ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയത്. കാരണം ഹിസ്റ്ററിയിൽ ഇത്രയും ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ആ ഒരു ക്യാരക്ടർ, ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ മിസ്പ്രസൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് അല്ലേ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയത്. സോ ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിലെ ആക്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു വലിയ പോസിറ്റീവ് സൈഡായിട്ട് തോന്നിയത്. ഇപ്പോൾ കങ്കണ റണാവത്തിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധിയുടെ റോൾ ചെയ്യുന്ന വിശാഖ് നായരുടെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറായിരുന്നു ആ ഒരു സഞ്ജയ് ഗാന്ധിയുടെ റോൾ ചെയ്ത വിശാഖ് നായരുടെ ആ ഒരു പെർഫോമൻസ്. അതിൻ്റെ കൂടെ തന്നെ കങ്കണ റണാവത്തിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്നാണ്. സോ ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പവർഫുൾ സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ വലിയൊരു നെഗറ്റീവായി തോന്നിയത്. അതിൻ്റെ കൂടെ തന്നെ കൂടുതലും സീക്വൻസസും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മെയിൻലി ആ ഒരു എമർജൻസിയുടെ ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു നെഗറ്റീവാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ആ ഒരു ഫീൽഡ് മാർഷൽ സാം എന്ന് പറയുന്ന ആ ഒരു ഓഫീസറിന്റെ ക്യാരക്ടർ വരുമ്പോൾ നല്ലൊരു പവർ ഉണ്ടായിരുന്നു, ആ ഒരു മിലിന്ദ് സോമൻ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ. പക്ഷേ അദ്ദേഹത്തെ പോലും ഒരു പാട്ടിലൊക്കെ ഉൾപ്പെടുത്തി വരുമ്പോഴത്തേക്കും അതൊരു കല്ലുകടിയായി മാറുന്നുണ്ട്. സോ അങ്ങനെ കുറേ സീക്വൻസസ് ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഒരു വലിയ നെഗറ്റീവായിട്ടാണ് തോന്നിയത്. സോ ഈ മൂവിയെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ സിനിമ ഒരു ഇന്ദിരാഗാന്ധിയുടെ ബയോപിക്കായി തന്നെ എടുത്തതാണ്. പക്ഷേ എവിടെയൊക്കെയോ മിസ്പ്രസൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് അല്ലേ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഹിസ്റ്ററി അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ചിലപ്പോൾ തോന്നാമെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്.